വിറ്റ്നസ് വാർത്ത ഫലം കണ്ടു. ചാലശ്ശേരി പെരുമണ്ണൂർ GLP സ്കൂളിനടുത്ത് പിഞ്ചുകുട്ടികൾക്ക് അപകട ഭീഷണി ഉയർത്തി സ്ഥിതി ചെയ്യുന്ന പഴയ അങ്കണവാടി കെട്ടിടം അടിയന്തരമായി പൊളിച്ചു നീക്കാൻ മന്ത്രി MP രാജേഷിന്റെ ഓഫീസ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. വിറ്റ്നസ് ന്യൂസ് നൽകിയ വാർത്തയെ തുടർന്നാണ് നടപടി. ചാലശ്ശേരിയിൽ അപകടാവസ്ഥയിൽ ജീർണിച്ച കെട്ടിടം പൊളിച്ചു മാറ്റാത്തതിനാൽ കുട്ടികളോട് അംഗൻവാടിയിലേക്ക് വരലെന്ന് അപേക്ഷിക്കുന്ന അംഗൻവാടി അധ്യാപിക രമ ടീച്ചറുടെ ശബ്ദ സന്ദേശം കഴിഞ്ഞ ദിവസം വിറ്റ്നസ് ന്യൂസ് പുറത്തുവിട്ടിരുന്നു. നിരവധി തവണ പരാതി പഞ്ചായത്തിൽ നൽകിയിട്ടും നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നും ശബ്ദ സന്ദേശത്തിലുണ്ട്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ അടുത്ത ദിവസം തന്നെ കെട്ടിടം പൊളിച്ചു മാറ്റാൻ മന്ത്രിയുടെ ഓഫീസ് ചാലശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള നടപടി ആരംഭിച്ചതായി വാർഡ് മെമ്പർ സരിത വിജയൻ അഭിപ്രായപ്പെട്ടു. കെട്ടിടം മുഴുവനായി പൊളിച്ചു നീക്കം ചെയ്യുന്നതുവരെ അംഗൻവാടിക്ക് അവധി നൽകാനാണ് ലഭിച്ച നിർദ്ദേശമെന്നും വാർഡ് മെമ്പർ പറഞ്ഞു. ചാലശ്ശേരി പഞ്ചായത്തിലെ പെരുമണ്ണൂർ 5-ാം വാർഡിലാണ് ഇതുപോലൊരു പഴയ കെട്ടിടം ജീർണിച്ച അവസ്ഥയിൽ നിന്നിരുന്നത്. വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ പഞ്ചായത്തിൽ നിരവധി തവണ ഫ്രണ്ട് ഓഫീസ് മുഖാന്തരം പരാതി കൊടുത്തിരുന്നു. അംഗൻവാടി ടീച്ചർ മുഖാന്തരവും ICDS മുഖാന്തരവും പരാതി കൊടുത്തിട്ടും പഞ്ചായത്ത് അതിനെതിരെ നടപടിയൊന്നും എടുത്തില്ല. ബോർഡിൽ അജണ്ട വെക്കും, അവർ അംഗൻവാടി പൊളിക്കുന്നത് സംബന്ധിച്ച് അജണ്ട വെക്കും, അതിൽ സംസാരിക്കുന്നല്ലാണ്ട് മിനിറ്റ്സിൽ എഴുതി ചേർക്കുന്നല്ലാണ്ട് യാതൊരു നടപടി ഇതുവരെ അവർ ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ ഇന്നലെ രാവിലെ ടീച്ചർ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു, നമ്മുടെ കെട്ടിടം മഴ പെയ്തിട്ട് ആകെ കുതിർന്ന നിലയിലാണ് നിൽക്കുന്നത്, അപകടാവസ്ഥയിലായിരിക്കുന്നു, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ അപകടം നമുക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളത് ടീച്ചർ പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സെക്രട്ടറിയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞു, ഇത്രയും അപകട അവസ്ഥയിലായിരിക്കുന്ന കെട്ടിടം മെമ്പർ തന്നെ എങ്ങനെയും ആളുകളെ ഇടപെട്ടിട്ട് അത് പൊളിച്ചു മാറ്റാൻ എന്തെങ്കിലും നടപടി എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് സെക്രട്ടറി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെയുള്ള കുറച്ച് രാഷ്ട്രീയ പ്രതിനിധികളോട് പറഞ്ഞ് സംസാരിച്ചതിന് ശേഷം അവർ കുറച്ച് പേര് വന്നിട്ട് ഇന്നലെ അതിൻ്റെ മേൽക്കൂര പൊളിച്ചു നീക്കുകയും ഇനി അതിൻ്റെ ഭിത്തിയും കൂടെ ഉണ്ട് പൊളിച്ചു നീക്കാൻ. ഭിത്തി പൊളിച്ചു നീക്കാത്ത അവസ്ഥയിൽ ഏത് നിമിഷവും എന്ത് അപകടം സംഭവിക്കും. പൊളിച്ചു മാറ്റിയതിന് ശേഷം ഇന്നലെ രാവിലെ പഞ്ചായത്ത് പ്രസിഡൻറ്റും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും വന്ന് സ്ഥലം സന്ദർശിച്ചു. അതിനുശേഷം ഒരുപാട് രക്ഷിതാക്കൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിൽ അംഗൻവാടി ടീച്ചറിട്ട വോയിസ് പ്രകാരം അത് മാധ്യമങ്ങൾ അറിഞ്ഞു. മന്ത്രിയുടെ ഓഫീസിലെത്തി മന്ത്രി അതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് പൊളിച്ചു മാറ്റണമെന്ന് സെക്രട്ടറിക്ക് അതിന് ഓർഡർ കൊടുത്തു കഴിഞ്ഞു. ഇനി താൽക്കാലികമായിട്ട് കുറച്ച് ദിവസത്തേക്ക് കെട്ടിടം പൊളിച്ചു മാറ്റുന്നത് വരയ്ക്ക് അംഗൻവാടി അടച്ചിടാനാണ് ഉത്തരവ് വന്നിരിക്കുന്നത്. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.